കാണേണ്ട ഒരു കാര്യം ജിൽസി, ഭീകര പ്രവർത്തനത്തിന് അന്ത്യമായിട്ടില്ല, അല്ലെങ്കിൽ അത് അവസാനിച്ചിട്ടില്ല. പാകിസ്ഥാൻ അക്കാര്യത്തിൽ ഒരു കമ്മിറ്റ്മെന്റും ഇപ്പോഴും നമുക്ക് നൽകിയിട്ടില്ല. പക്ഷേ ഇനിയൊരു ഭീകര പ്രവർത്തനം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അതിന് യുദ്ധമായി കാണും എന്നുള്ളൊരു നിലപാടിലേക്ക് വരാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ആ നിലപാട് ഈ ചർച്ചയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഏറ്റുമുട്ടലിന്റെ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ വെടിനിർത്തലിലൂടെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മൾ അതിനെ കാണേണ്ടത് ഭീകരതയുടെ വക്താക്കൾ തന്നെയാണ് അവിടുത്തെ സൈന്യം എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ ഭീകരരുമായിട്ട് ഏറ്റവും അധികം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു നില, അല്ലെങ്കിൽ അവരുടെ ഗൂഢാലോചനകളിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്കുണ്ട് എന്ന കാര്യത്തിന് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്, ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഏത് നീക്കത്തെയും ഒരു മിലിറ്ററി ആക്ഷൻ തന്നെയായി കണ്ടുകൊണ്ട്, ഒരു യുദ്ധമായി തന്നെ കണ്ടുകൊണ്ട് തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. നേരത്തെ അതുണ്ടായിരുന്നില്ല. അപ്പൊ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ആണ് ഈ വെടിനിർത്തലിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത് ആ തരത്തിലുള്ള മാറ്റങ്ങളോടുകൂടി, എന്നാൽ അതേസമയം തന്നെ നമ്മൾ കാണേണ്ടത് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി അക്കാര്യത്തിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും തമ്മിൽ ചർച്ച നടത്തി പുതിയൊരു കരാർ ഉണ്ടാക്കണം. ആ കരാർ ഉണ്ടാക്കുക എന്ന് പറയുന്നിടത്ത് ഇന്ത്യക്ക് അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള വ്യവസ്ഥകളിലേക്ക് കൊണ്ടുവരാനും ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ മേൽക്കൈ നേടി നിൽക്കുക എന്നതാണ് ഇന്ത്യക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി. പക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്തൊക്കെയോ അവകാശവാദങ്ങളൊക്കെ ഏതൊക്കെയോ മാധ്യമങ്ങളോട് പറഞ്ഞതായി സൂചനയുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം യുദ്ധത്തിനൊടുവിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. കാരണം ഒരു യുദ്ധം ഒരിക്കലും ഒരു വിജയിയെ പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത്. പല സമയങ്ങളിലും സത്യങ്ങൾ തോൽക്കാറുണ്ട്. മാത്രമല്ല ഈ യുദ്ധത്തിന് നമ്മൾ കാണുമ്പോൾ, ഞാൻ നേരത്തെ അരവിന്ദ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ, നമ്മൾ അതിർത്തിയിൽ നടക്കുന്ന വാറുകളിനേക്കാൾ അധികമാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഈ ഓവർലോഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതും മിസ്ഇൻഫർമേഷൻ ആണ്, പലതും വിശ്വസിക്കാൻ പറ്റാത്ത. കാരണം വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. കാരണം നമ്മുടെ രാജ്യം വളരെ ജാഗ്രതയിലൂടെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ഇൻഫർമേഷൻ, അത് രാജ്യത്തിന് എഗനിസ്റ്റ് ആണെങ്കിലും രാജ്യത്തിന് അനുകൂലമാണെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു വലിയ പ്രവണത ഉണ്ടായിരുന്നു. നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരെന്ന നിലയിൽ അത്തരം ആക്ടിവിറ്റീസുകൾ കൂടെ വിട്ടു നിൽക്കുക എന്നുള്ളത് കൂടിയാണ്. കാരണം അറിയാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ചെയ്യരുത് എന്നുള്ളത് കൂടിയാണ്. അപ്പൊ അത് നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സ് ധാരാളം പേര് അതായത് സന്തോഷം രേഖപ്പെടുത്തുന്നുണ്ടോ? അത് മാത്രമല്ല, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് എല്ലാവർക്കും. അത് കൂടാതെ ചിലർ ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ കണ്ടു ഒരു ചോദ്യം, ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകേണ്ടതുണ്ടോ? ഫാഹിം ടിയെ എന്ന സുഹൃത്ത് ചോദിക്കുകയാണ്, നമ്മൾ ഈ ഇതിങ്ങനെ നീട്ടി അല്ലെ കൊണ്ടുപോയി ബോറടിപ്പിക്കണോ? സത്യത്തില് പ്രേക്ഷകർ അറിയാനായി പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് നീട്ടി കൊണ്ടുപോകണമെന്ന് ഒരു ആഗ്രഹവുമില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി വെടിനിർത്തൽ കരാർ ഉണ്ടായപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസമാണ്, എല്ലാവർക്കും ആശ്വാസമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഈ യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഈ ലുക്ക് ആൻഡ് ഫീലൊക്കെ ഒന്ന് മാറ്റുകയും ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ 2 മണിക്കൂറിനുള്ളിൽ വീണ്ടും വെടിപൊട്ടുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ ഒക്കും? നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഫോളോ ചെയ്യേണ്ടി വരും. കാരണം പ്രേക്ഷകര് ഒരാൾ മാത്രമല്ല, പലർക്കും പല രീതിയിലും ഇത് അറിയാനുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളിൽ പലരും, മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളിൽ അവിടെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, കശ്മീരിലും മറ്റും. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കുമായി മലയാളികൾ ധാരാളമായി ഈ മേഖലകളിലൊക്കെ ഉണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, കച്ച്, അതുപോലെ തന്നെ ഈ മേഖലകളിലൊക്കെ, പഞ്ചാബിൽ, അമൃത്സർ, എല്ലായിടത്തും മലയാളികളുടെ സാന്നിധ്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. വാർത്തയ്ക്ക് പ്രസക്തി ഇല്ല ആ സമയത്തല്ലേ, മറ്റു വാർത്തകൾക്ക് പ്രസക്തിയില്ല. നമ്മുടെ രാജ്യം അത്രയും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ കടന്നു എന്നാണല്ലോ പറയുന്നത് അല്ലേ? അതെ. അപ്പൊ ഞങ്ങൾ ആ നേഷനെ ഫസ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് ആ വാർത്ത നൽകുന്നത്. ഈ വാർത്തയുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവേ ചില വാർത്തകളൊക്കെ വരുമ്പോൾ ആളുകൾ പറയാറുണ്ട് എന്തിനാണ്. അപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമല്ല, ഒരുപക്ഷെ വൈകി കാണുന്ന പ്രേക്ഷകർക്ക് കൂടി നമുക്ക് ആ വാർത്തകൾ കൊടുക്കേണ്ടതായി വരുമെന്നുള്ളത്.